വയനാട്ടിൽ ദുരന്തത്തിലായവർക്ക് കൈത്താങ്ങായി KGA ഗ്രൂപ്പ് 50 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് KGA ഗ്രൂപ്പ് ചെയർമാനും NBTC മാനേജിംഗ് ഡയറക്ടറുമായ KG എബ്രഹാം അറിയിച്ചു. ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സ്നേഹത്തിന്റെ കൈത്താങ് നൽകുകയാണ് KGA ഗ്രൂപ്പ്. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 50 വീടുകളാണ് കമ്പനി നിർമ്മിച്ചു നൽകുക. വീടിന്റെ പ്ലാൻ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ഥലം ലഭ്യമായാലുടൻ വീടുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും വളരെ വേഗം താക്കോൽ കൈമാറുമെന്നും KGA ഗ്രൂപ്പ് ചെയർമാനും NBTC മാനേജിംഗ് ഡയറക്ടറുമായ KG എബ്രഹാം അറിയിച്ചു. ഇത് സംഭവിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇരുന്നിട്ട് മക്കളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ തീരുമാനിച്ചു 50 വീട് നമ്മൾ അവിടെ വെച്ചു കൊടുക്കുക, വീട് പോയവർക്ക് വെച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ സുനാമി സമയത്ത് 29 വീട് വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ തന്നെ വെച്ച് അവരെ ഹാൻഡ് ഓവർ ചെയ്യുക. അങ്ങനെയാണ് കീ നമ്മൾ അവർക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അതിന് എൻ്റെ ഡ്രോയിങ് ശരിയായിക്കൊണ്ടിരിക്കുന്നു. അത് എന്നിട്ട് ഗവൺമെൻറ് കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങളും ഗവൺമെൻറ്റും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അവരുടെ സപ്പോർട്ടോടുകൂടി എത്രയും പെട്ടെന്ന് വീട് ചെയ്തു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ സുനാമി ദുരന്ത സമയത്തും അർഹരായവർക്ക് KGA ഗ്രൂപ്പ് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. അതിനിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ താൻ സംസാരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണത്തിനെതിരെയും KG എബ്രഹാം രംഗത്തെത്തി. പദ്ധതിക്കെതിരെ താൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. സൈബർ സെല്ലിൽ പരാതി നൽകാൻ വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും KG എബ്രഹാം പറഞ്ഞു. ഇത്തരം സമീപനമാണ് നമ്മുടെ നാടിനെ പുറകോട്ട് വലിക്കുന്നതെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും അങ്ങനെ ഞാൻ പറയത്തുമില്ല. ഇതിപ്പം നമ്മൾ കൊടുക്കാനുള്ള കൊടുത്തു, ചെയ്യാനുള്ളവരത് ചെയ്യും എന്നുള്ള വിശ്വാസം നമുക്കുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെ തീർച്ചയായിട്ടും അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. ഞങ്ങളുടെ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പൊട്ടൻഷ്യലുള്ള നാൾ വളരാത്തത് ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നമ്മുടെ നാടിൻ്റെയോ ആൾക്കാരുടെയോ നമ്മുടെ കഴിവില്ലായ്മ അല്ല. 24 ദുബായ്.